ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനായിക്കൊണ്ട് സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കറ്റാലയെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ചെറിയ കോൺട്രാക്റ്റ് മാത്രമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത്. ഇത് ആരാധകർക്കിടയിൽ ചില സംശയങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗിയും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ച ഒരു പ്രൊഫൈൽ അത് ഡേവിഡ് കറ്റാലയല്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ നേഗി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന സീസണും നിരാശാജനകമായാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുകൂടി നേഗി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഡേവിഡ് കറ്റാലയുടെ പ്രൊഫൈൽ ഒന്ന് നോക്കുക. ഷോർട്ട് ടേം കോൺട്രാക്ട് മാത്രമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് യഥാർത്ഥത്തിൽ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ ഒരു ലോങ് ടേം പ്രൊഫൈൽ അത് അദ്ദേഹമായിരുന്നില്ല. ഒരുപക്ഷെ മറ്റൊരു നിരാശാജനകമായ സീസൺ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ വരുന്ന സീസണിൽ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഡിസംബറിൽ തന്നെ ലൊബേറയെ കൊണ്ടുവരേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമായി മാറിയേക്കാം. ഇതാണ് ഇപ്പോൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. വലിയ പ്രതീക്ഷകൾ ഒന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നത് സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ഒഡീഷ അദ്ദേഹത്തെ കൈവിടാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഒരു പരിശീലകനെ ക്ലബ്ബ് നിയമിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.